ഞാൻ പാസ്സായി ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേരണമെങ്കിൽ എനിക്കറിയാം ഇവിടുത്തെ കോളേജിലൊന്നും ചേർന്നാൽ ശ്രദ്ധിക്കപ്പെടില്ലെന്ന് അറിയാം. എറണാകുളത്ത് ഏതെങ്കിലും കോളേജ് ചേരണം. അപ്പൊ അന്വേഷിച്ചും മഹാരാജ് കോളേജ്. പക്ഷെ മഹാരാജ് കോളേജ് കിട്ടണമെങ്കിൽ എന്റെ മാർക്ക് പോരാ, ഒരു സെക്കൻഡ് ക്ലാസ് ഒന്നും പോരാ അതിന് അവിടെ കിട്ടണമെങ്കിൽ. അങ്ങനെ ഞാൻ എന്ത് ആലോചിച്ചിട്ട് ഒരു വെത്തുമ്പെടുത്ത് മഹാരാജ് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോഴാണ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടത്, പറവൂർക്കാരൻ KN ഭരതൻ മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തു. എങ്ങനെ ബൾബ് കത്തിയിരിക്കും. അങ്ങനെ ഞാൻ സൈക്കിളിൽ എടുത്തിട്ട് എനിക്കിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഈ മോണാക്ട് മ്യൂസിക് സർട്ടിഫിക്കറ്റുകൾ, പ്രീ ഡിഗ്രി തലത്തിലൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റ്, നാടകത്തിന് കിട്ടിയ ബെസ്റ്റ് ആക്ടർ സർട്ടിഫിക്കറ്റുകൾ ഇതായിട്ട് ഞാൻ ഒരു സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിട്ട് ഭരതൻ മാഷിന്റെ വീട്ടിൽ ചെയ്യാൻ താമരത്താണ്. ഭരതൻ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഭരതൻ മാഷിന്റെ എനിക്കറിയാം, ഞാൻ ഭരതൻ മാഷിനെ കണ്ടിട്ടൊന്നുമില്ല, പറവൂർക്കാരനാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ചെല്ലുമ്പോൾ തെങ്ങിന്റെ തടം എടുത്തിട്ടുണ്ട്, ഒരാളിട്ടുണ്ട് തെങ്ങിന്റെ തടം ഇവിടുത്തെ ഒരാള് തോർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ സൈക്കിൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, ഭരതൻ മാഷിനൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് ഇരിക്കാൻ പറഞ്ഞു, വിളിക്കാന്ന് പറഞ്ഞ് ഇപ്പറേ പോയി പുള്ളി ഇതിൽ തന്നെ വന്നിട്ടാ. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭരതൻ മാഷിനെ കണ്ടെന്ന് വെച്ച്. ഞാനാണ് ഭരതൻ മാഷ്, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോ മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പൾ തൂമ്പ കളിച്ചിരിക്കണ ഞാൻ അതെ. ഞാനൊരു സൂട്ടും കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ആള്, കാരണം 4 MA ഒരു LLB ഉള്ള ആളാണേ, അത്രയും ഡിഗ്രി ഉണ്ട് മാഷിനെ. ആ ആളാണ് തോർത്തെടുത്തിട്ട് തെങ്ങിന്റെ തടം കൊടുക്കണത്. അപ്പൊ തന്നെ എന്റെ ഗ്യാസ് പോയി. ഞാൻ പറഞ്ഞിട്ട് പൊന്നു സാറേ, ഞാനൊരു കലാകാരനാണ്, എനിക്ക് മഹാരാജ് സ്കൂളിൽ അഡ്മിഷൻ തന്നെ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളാണ്, എനിക്ക് കുറെ ലിമിറ്റ്, സർക്കാർ കോളേജാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വിചാരിക്കണം, താൻ കാര്യം ചെയ്യും, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പോയുള്ള പണി ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു രക്ഷയില്ല, അവിടെ സീറ്റ് ഫുള്ളായി പോയി. എന്റെ വിഷമം കണ്ടപ്പോൾ ഈ ഭരതൻ മാഷ് പറഞ്ഞു, താൻ കാര്യം ചെയ്യും, ഈവനിങ് കോളേജിൽ ചേരി. അപ്പൊ ഈവനിങ് കോളേജിൽ എന്തെങ്കിലും ജോലി വേണം. അപ്പൊ ജോലിക്ക് ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മതി. അത് ഞാൻ ഉണ്ടെങ്കിക്കൊള്ളാന്ന് പറഞ്ഞു. എവിടെ നിന്നെങ്കിലും സർട്ടിഫിക്കറ്റ് മതി. അങ്ങനെ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു നാടക സംഘത്തിന്റെ ഓഫീസുണ്ട്, അവിടുത്തെ ജോലിക്കാരനാന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ട് കൊടുത്തു. ഭരതൻ മാഷിന്റെ റെക്കമെൻഡേഷൻ തന്നെ എനിക്ക് ഈവനിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിറ്റേ ആഴ്ച സർക്കാർ വിജ്ഞാപനം വന്ന് കേരളത്തിലെ ഈവനിങ് കോളേജുകൾ നിർത്തലാക്കി. എന്റെ തൃക്കാല് കുത്തി ആ സ്ഥാപനങ്ങൾ മുഴുവൻ കേരള സർക്കാർ. അവസാനത്തെ വിദ്യാർത്ഥിയാണ് ഞാൻ ഈവനിങ് കോളേജില്ല, ഡിഗ്രി തരത്തിലുള്ള ഈവനിങ് കോളേജിൽ. അപ്പൊ ഞങ്ങൾക്ക് പഠിക്കും. പിന്നെ ഡിഗ്രി ചേർന്ന ആൾക്കാർക്ക് തീരുന്നവരെ ഉണ്ട്, പിന്നീടില്ല. ഇനിയുടെ അഡ്മിഷൻ ഉണ്ടാവുന്നതല്ല. ആള് വന്നു കഴിഞ്ഞു, അവരുദ്ദേശിച്ച കോട്ട തികഞ്ഞു കഴിഞ്ഞു, ആള് വന്നല്ലോ, സരികുമാർ വന്നു വെച്ചല്ലോ, ഇനി നിർത്താൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ആ വർഷം എനിക്ക്